വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ജാൻലിറ്റ് ഒഫീഷ്യൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അല്ലേ നീ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ തന്നെ നമ്മളൊരു Q&A സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പം നമുക്ക് വീഡിയോ എടുക്കേണ്ട വശമൊന്നും നമുക്കറിയില്ല, ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. സോ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അല്ലേ? നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കമൻറ്റ് ഒന്ന് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു 9-10 കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കമൻറ്റേ ഉള്ളൂ, പിന്നെ എല്ലാം ഞാൻ വായിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് തന്നെ നമ്മുടെ പേഴ്സണലായിട്ട് കാര്യങ്ങളാണ്, പെട്ടെന്ന് പറയാം. എൻ്റെ പേര് ആൻലിറ്റ് എന്നാണ്. എൻ്റെ പേര് ജാനറ്റ് എന്നാണ്. അതായിരുന്നു നമ്മൾ പേര് ആർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. പേര് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പേര് ഇതാണ് കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് 14 വയസ്സാണ്. എനിക്ക് 10 വയസ്സാവാൻ പോകുന്നു. ഞാൻ 9th-ലേക്കാണ് കേട്ടോ. ഞാൻ 5th-ലേക്ക്. ഓക്കെ, ഞങ്ങൾ ഒരേ സ്കൂളിലാണ്. ഞങ്ങൾ പിന്നെ കോഴിക്കോടാനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഫാമിലീനെ കുറിച്ച് പറയാം. അച്ഛൻ, അമ്മ, ഞാൻ, ചെവി, ഇത്ര പേരാണ്. പിന്നെ എന്നെ അന്നും ജെനി എന്നാണ് കേട്ടോ വിളിക്കുന്നത് പറയാൻ. പിന്നെ അച്ഛൻ്റെ പേര് അജി എന്നാണ്, അമ്മേൻ്റെ പേര് നിജി എന്നാണ്. പിന്നെ അച്ഛൻ മെക്കാനിക്കാണ്, അമ്മ നഴ്സാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലിയും പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് തോന്നുന്നു അത് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാം കേട്ടോ. ചോദിച്ച ആൾ ഓക്കെ. യുവർ ഫേവറേറ്റ് ഫിലിം എനിക്ക് ഒത്തിരി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരാൾ ചാടി കയറിയിട്ട് ചോദിക്കും ഏതാ ഫിലിം എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എല്ലാം ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ടും AR ഇഷ്ടമാണ്. പ്രേമല് കോമഡിയാണ് എനിക്കിഷ്ടം. സീരിയസ് ഒന്നും ഇഷ്ടമല്ല. ഡ്രീം ജോബ് എനിക്ക് വക്കീല്, എനിക്ക് ഡോക്ടർ, ടീച്ചറും ഉണ്ട്, വക്കീലുണ്ട്. 3 പേരുണ്ടായിരുന്നു. എനിക്ക് ഡോക്ടർ അല്ല കേട്ടോ. എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമല്ല. ഞാൻ വക്കീലും അല്ലെങ്കിൽ ടീച്ചറും. ഹോബി എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്. സിംഗിങ് ഒക്കെ ഉണ്ട്. എനിക്കറിയാത്ത ഇതൊക്കെ ഉണ്ട് കേട്ടോ. റോൾ മോഡൽ ആരാണ്? പാരൻസ്. കുഞ്ഞു ക്വസ്റ്റ്യനായിട്ട് പെട്ടെന്ന് പറയുന്ന ആൻസർ പറയാം കേട്ടോ. ടൈറ്റിനടെ എന്നിട്ടിട്ടുണ്ട്. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്ന് ഇടാനായിരിക്കും. ഓക്കെ, ഞാൻ ഇത് ഇടാം. ഡേ ഇൻ മൈ ലൈഫ് ഇടാം. ടൈറ്റിനടെ ഇടാം കേട്ടോ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? ഏതായിനി? ഇന്ത്യ ഇഷ്ടമാണ്. പുറത്തേക്കാണെങ്കിൽ ലണ്ടൻ, അമേരിക്ക ഇഷ്ടമാണ്. പിന്നെ വിച്ച് യു വാണ്ട് ടു വിസിറ്റ് ഇൻ ഫ്യൂച്ചർ? എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഇല്ലേ എന്നുവെച്ചാൽ കുത്തമ്മിനാർ, അങ്ങനെ ഐഫിൽ ടവർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഐഫിൽ ടവർ ആണ്. എനിക്കും അങ്ങനത്തെ പുറത്തേക്കുള്ള കുറേ മഞ്ഞ് കാണാൻ ഭയങ്കര കേട്ടോ. റിയൽ മഞ്ഞ്. കാശ്മീരല്ല, ഫിൻലാൻഡിലൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2-3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. വിച്ച് ഈസ് യുവേഴ്സ് ഫേവറേറ്റ് യൂട്യൂബർ? പുലോത്ത്, പ്രവീണ, മൃദുല ചേച്ചിനെ എല്ലാവരും ഇഷ്ടമാണ്. നമ്മൾ ഒത്തിരി പേരുണ്ടാവും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് 2-3 പേരെ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ അവരെ പറയുന്നതാണ്. ബാക്കി കുറേ യൂട്യൂബർ ഉണ്ട്. നമ്മൾ ഇവരെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവരെ ഇഷ്ടമായിരിക്കും. നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2-3 പേരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. ഫേവറേറ്റ് പുള്ളോത്തി, പ്രവീണൻ, പ്രണവ്, മൃദുല, ഇത്രയും പേരെ ഇഷ്ടമാണ്. പിന്നെ പിന്നെ ആരൊക്കെയാ? പിന്നെ ഒത്തിരി പേരുണ്ട്. പെട്ടെന്ന് പറയുമ്പോഴേ നമുക്ക് മറന്നു പോകും നമ്മൾ ആരൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങളുടെ യൂട്യൂബർ ഫേവറേറ്റ് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫേവറേറ്റ് ആക്ട്രസ് ആൻഡ് ആക്ടർ? എനിക്ക് മമിത ഇഷ്ടമാണ്. മമിത ആൻഡ് പ്രവീണ, തോമസ്, ബേസിൽ ജോസഫ്, പിന്നെ ഒത്തിരി പേരുണ്ട് ഗൈസ്. മോഹൻലാല്, ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, എല്ലാവരും ഇഷ്ടമെങ്കിൽ. നമ്മളിപ്പം സ്പെസിഫിക് ആയിട്ട് 2-3 പേരെ പറയുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് അവരെല്ലാവരും ഇഷ്ടമായിരിക്കും. അതങ്ങനെയായിരിക്കും എല്ലാവർക്കും അല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് മൂവി യു ലൈക്ക് ടു വാച്ച്? കോമഡി. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞല്ലേ, ഹൊററൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഹൊററൊന്നും ഞങ്ങൾ കാണലേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഫേവറേറ്റ് ടൈപ്പ് കാണാൻ ഇഷ്ടമുള്ളത് കോമഡിയാണ്.
പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. ഫേവറേറ്റ് ഫുഡ് മന്തി. പിന്നെ അമ്മ ഉണ്ടാക്കണ ചോറും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടിയിട്ടേ. കോമ്പിനേഷൻ ഏതാ നിനക്ക് ഇഷ്ടം? കോമ്പിനേഷൻ പപ്പടം, സാമ്പാർ, ചോറ്. എനിക്ക് മോര്, ചെറുപയറിൻ്റെ തോരൻ, ചമ്മന്തി, ഇത് എല്ലാം കൂടെ പൊതിയെട്ടി വെച്ചിട്ട് കഴിക്കുന്ന അടിപൊളി. അത് നമ്മൾ മന്തിനെ കടത്തി വിടുന്ന ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇത്രയ്ക്ക് സൂപ്പറുള്ള സംഭവം എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ കൊച്ചു കഴിഞ്ഞു, അവരുടെ സെക്ഷൻ കഴിഞ്ഞു. അപ്പം ഒരു സെക്ഷനും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. ഒരാളും കൂടെ എല്ലാ ചോദിക്കുന്നു. കുറേ ഉണ്ട്, 1 2 3 4 6. ഓക്കെ 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദി റീസൺ ഫോർ സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ? ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ, റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഇതുവരെ ഇതിനകത്ത് കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, ഇതൊന്നും കുഴപ്പമില്ല. വാട്ട് ഈസ് റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കഥയുണ്ടല്ലേ. ഇനി ആദ്യം ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്കൊരു ചാനലുണ്ടായിരുന്നു, അവർ സ്മാർട്ട് വേൾഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പം ആ ചാനലിൽ നമ്മൾ എല്ലാം ഇടുമായിരുന്നു. ഡാൻസ് ഇടുമായിരുന്നു, പാട്ടിടുമായിരുന്നു, മോണാക്ട് ഇടും, നമ്മൾ പറയുന്ന ഇടുമായിരുന്നു. ഇതേപോലെ വ്ളോഗുകളുണ്ടായിരുന്നു. നമ്മളത് എഡിറ്റൊന്നും ചെയ്യില്ല, ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിരുന്നു. അപ്പം നമുക്ക് ആ സമയത്ത് ലൈക്കും ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. സോ നമ്മളത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഡിലീറ്റ് ചെയ്തു. ആ ചാനൽ നമ്മൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ്, ദി സ്വീറ്റ് സിസ്റ്റേഴ്സ് എൻ്റർടൈൻമെൻറ്റ് വേൾഡ്. അതായത് ഈ ചാനൽ തന്നെയാണ് കേട്ടോ. ഈ ചാനലിൽ ഫേസ്റ്റ് വീഡിയോ നമ്മൾ പേര് മാറ്റിയതാണ് കേട്ടോ. ഈ ചാനലിലെ ഫേസ്റ്റ് വീഡിയോ എന്ന് പറയുന്നതാ ഇതായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫേസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അതിന് ഏകദേശം 1.2K ഉണ്ടായിരുന്നു. നമുക്ക് നല്ല സന്തോഷമായിട്ട് നമ്മൾ ആദ്യം ഇട്ട വീഡിയോയിൽ ഇത്രയും കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 വീഡിയോസ് ഒക്കെ ചെയ്തു. ആ സമയത്ത് ചെയ്തത് 3.4K വരെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങ് വീഡിയോ ഇടാൻ തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞ മാസം കൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നി ഈ പേരങ്ങ് മാറ്റാം, പേര് കൊള്ളത്തില്ല, എനിക്ക് തന്നെ മനസ്സിൽ തോന്നി കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജാൻലിറ്റ് ഒഫീഷ്യൽ എന്ന പുതിയൊരു പേര് ലോഞ്ചായിട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വി ഒഫീഷ്യലി ചേഞ്ച് അവ യൂട്യൂബ് ചാനൽ നെയിം, വെൽക്കം ടു ജാൻലിറ്റ് ഒഫീഷ്യൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവേക്കും, കണ്ടിട്ടുള്ളവർ പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ വീഡിയോ ഇതിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ചാനലിൻ്റെ പേര് അത്ര മുഖ്യമായിട്ട് തോന്നിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജാൻലിറ്റ് നിന്നിട്ടത് കേട്ടോ. ചാനലിൽ നിന്നുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം. അത് ക്വസ്റ്റ്യൻ ഇല്ല, ബട്ട് ഞാൻ പറഞ്ഞു തരാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുമ്പം പേരിലേക്കും കൂടെ പറയാമല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു AJ, എൻ്റെ പേര് A തുടങ്ങുന്നതും ജെനിയുടെ പേര് J തുടങ്ങുന്നതും അങ്ങനെ വെച്ച് പേരിടാണ്. AJ വേൾഡ് അല്ലെങ്കിൽ AJ വ്ളോഗ്സ് അല്ലെങ്കിൽ AJ ഒഫീഷ്യൽ അങ്ങനെയുള്ള പേരുകൾ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നമ്മളെ പേര് നമ്മൾ AJ വേൾഡ് എന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഫോണിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് നോക്കും. അപ്പം അത് വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യും. വീണ്ടും വേറെ പേര് നോക്കുമ്പോൾ അതില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ഹവേഴ്സ് എന്നുള്ള പേരാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ബെറ്റർ ആയിട്ടൊന്നുമില്ല. അത് വേറൊരാൾക്ക് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരാൾക്കുള്ളത് വേറൊരാൾ നമ്മൾ ഇടുമ്പം നമുക്കതിന് തോന്നും, അയ്യേ നമ്മളൊരാളുടെ കോപ്പി ചെയ്തിരുന്നു. നമ്മൾ ചിലപ്പോൾ കോപ്പി ചെയ്തിട്ടല്ലേക്ക് ഇടുക. അയാൾക്കത് ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരിക്കും. നമ്മളതൊന്ന് ഇടുമ്പോഴേക്കും അയാൾക്കുണ്ടാവും അത്. അപ്പം ഞാൻ ഒത്തിരി നേരം തപ്പിപ്പിടിച്ചിട്ടാണ് ജാൻലിറ്റ് ഒഫീഷ്യൽ എന്ന് പേരിട്ടത്. ജെനിയുടെ JAN എൻ്റെ LIT പേരൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. LIT എല്ലാം കൂടെ ഒരുമിച്ചാക്കി ജാൻലിറ്റ് എന്ന് പേരിട്ട് ഒഫീഷ്യലും കൂടെ എന്നെ കൂട്ടിയിട്ടതാണ് ജാൻലിറ്റ് ഒഫീഷ്യൽ എന്നുള്ള ഈ ഒരു പേരാണ്. കാരണം ഇത് ഫോട്ടോ തല തിരിച്ചായിരിക്കും, ഫോട്ടോ എൻ്റെ പേര് കേട്ടോ. അപ്പം ഈ ഫോട്ടോൻ്റെ കഥ ഏതാണ് കേട്ടോ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൻ്റെ അതിൻ്റെ കേട്ടോ. ഹൗ യു റിയാക്ട് നെഗറ്റീവ് കമൻറ്റ്. നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 5-6 നല്ല ഒരു 2-3 വന്നിട്ടുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്തില്ല അത്ര തന്നെ. നമുക്ക് വിഷമാവും മൈൻഡ്. നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഷമാവും കേട്ടോ. ദേഷ്യമല്ല നമുക്ക് വരിക, നല്ല വിഷമാണ് വരിക. മറ്റുള്ളവർക്കൊക്കെ ദേഷ്യം, എനിക്ക് ഭയങ്കര വിഷമാട്ടോ വരിക. നമ്മൾ പിന്നെ അത് മൈൻഡ് ചെയ്യലില്ല. ഫാമിലി സപ്പോർട്ട് കേട്ടോ. ഫാമിലി സപ്പോർട്ട് ഉണ്ടോയെന്നാണ് ചെയ്തത്. ഉണ്ട് കേട്ടോ, നല്ല രീതിയിലുണ്ട്.
ഫാമിലി സപ്പോർട്ട് ചെയ്തോണ്ട് ഇതിടുമ്പോ വ്യൂവേഴ്സ് കൂടുമ്പോ അമ്മയും അച്ഛൻ ചോദിക്കും എത്ര വ്യൂസ് നമുക്ക് അതിനൊരു കൂടെ നിന്നിട്ട് നമുക്ക് എടുത്തു തരുന്നത് ചിലപ്പോൾ ചില സമയത്തൊന്നും എടുക്കാൻ പറ്റും, നമ്മൾ തന്നെയാണോ എടുക്കുന്നത്. നമ്മളെക്കാട്ട് സന്തോഷം അവർക്കായിരിക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടി എന്നൊക്കെ പറയുമ്പോഴേക്ക് അവർക്ക് തന്നെയാണ് സന്തോഷം വരുന്നത്. പിന്നെ ഇവളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളൊരു ഒരു ഇൻട്രോവേർട്ടാണ്. അല്ല കേട്ടോ, ഞാൻ രണ്ടൊരു എക്സ്ട്രോവേർട്ടാണ്. ഇങ്ങനെയല്ല കേട്ടോ, റിയൽ സ്വഭാവം ഇനി കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാവും കേട്ടോ. ഹൂ സപ്പോർട്ട് മോർ, ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ്. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ജെനീൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഏത് വീഡിയോ ഇടണമെങ്കിൽ അവൾ എനിക്ക് വീഡിയോൻ്റെ ലിങ്കൊക്കെ അയച്ചത്, ഈ വീഡിയോ ചെയ്താൽ അടിപൊളിയായിക്കൂടി, ഈ വീഡിയോ ചെയ്യേണ്ടടി, ഈ വീഡിയോ ചെയ്താൽ ഇത്ര കിട്ടുമായിരിക്കും, അങ്ങനെയുള്ള ഒരു ഇത് ഈ ക്യൂആനെ വരെ എത്തിച്ചത് അവളാണ്. അവളുടെ എഫേർട്ടും അവൾ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ഡിസിഷനും ഞാൻ ഈ ഒരു ക്യൂആനെ ചെയ്യണമെന്ന് വരെ അവൾ തന്നെയാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം ഏത് രീതിയിൽ ഇൻട്രോ വരെ എനിക്ക് എങ്ങനെ കിട്ടാൻ ഒരു ഇതെനിക്ക് ഓർമ്മയില്ല. അപ്പം അവളാണ് എനിക്കിതെല്ലാം പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവളോട് നല്ല രീതിയിൽ താങ്ക് യു പറയുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, എന്തായാലും അവൾക്ക് മനസ്സിലാവും അവൾ തന്നെയാണെന്ന്. ഓക്കെ, അടുത്തത് ഫ്രണ്ട്സ് നെയിം പറയുമോ? ജെനിയുടെ പറഞ്ഞോ. എനിക്ക് നവനി എന്ന് പറഞ്ഞു, ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുതൽ ഇതായതാണ്. ഒരുമിച്ചാണ്, നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. ഒരു യൂട്യൂബ് ചാനലുണ്ട്, മൈ ക്യൂട്ട് ഫാമിലി എന്ന് പറഞ്ഞ. പക്ഷേ കുറേ ഉണ്ട്, വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ബട്ട് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അവനായിരിക്കും അല്ലേ. ലൈഫിലുണ്ടായ ഒരു ഫൺ ഓർ ഇമോഷണൽ അത് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മളിപ്പം പെട്ടെന്ന് പറഞ്ഞെടുത്ത് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ, ഇപ്പം ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇനി എന്തായിരുന്നു ഫേവറേറ്റ് ഫിലിം പറഞ്ഞത്? പിന്നെ അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആകെ 2-3 ഒരു 9 ക്വസ്റ്റ്യൻസ് മാക്സിമം ഉണ്ടാവുമായിരിക്കും. 10 ഉണ്ടോ അറിയില്ല. ഉണ്ടാവുമായിരിക്കും. റിപ്പീറ്റ് 2 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഫ്രണ്ട് നെയിം. അത് പിന്നെ ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കും മാക്സിമം. അപ്പം പേഴ്സണലായിട്ടും കൂടെ കൂട്ടിയിട്ട് കുറച്ച് ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ മാക്സിമം എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ അയച്ചത് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഡേ ഇൻ മൈ ലൈഫും ഡേയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മോർണിംഗ് റൊട്ടീൻ ഉണ്ടോ ഉണ്ടായിരിക്കും. അത് എത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അതോടെ തന്നെ ഇടാം കേട്ടോ, ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ടാറ്റാ.